അപ്പോഴൊക്കെ വെള്ളം ദാഹിക്കുമ്പോഴായാലും പനി പിടിച്ച് കിടക്കുമ്പോഴായാലും കാല് വേദനിക്കുമ്പോഴായാലും ആ ഉപ്പയുടെ മനസ്സിൽ റബ്ബേ നാളെ സ്കൂള് തുറക്കാൻ. ഇനിയിപ്പോ ഓരോ പിതാവിന്റെ മുമ്പിലുള്ള വിഷയം എന്താ? സ്കൂള് തുറക്കാൻ പോവാ, പാഠപുസ്തകങ്ങൾ മേടിക്കണം, പാഠപുസ്തകങ്ങൾ മേടിക്കണം. കൂലിപ്പണിക്കാരനാ, 5 മക്കളുണ്ട്, 4 മക്കളുണ്ട്, 3 മക്കളുണ്ട്. എങ്ങനാ ഞാൻ എന്റെ മക്കൾക്ക് ഇത്രയും പൈസ ഒപ്പിക്കാം? കിടക്കൂല വാപ്പ. എത്ര പനി പിടിച്ചാലും മക്കളെ, ചെറുപ്പക്കാരാ, ഈ വാപ്പ എഴുന്നേറ്റിട്ടുണ്ട്, ഈ വാപ്പ എഴുന്നേറ്റിട്ടുണ്ട്. ജോലിക്ക് വേണ്ടിയിട്ട് അവർ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് മക്കൾക്ക് വേണ്ടി ഓരോന്ന് ഉറുമ്പുകൾ ധാന്യങ്ങൾ ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ച് കൂട്ടി വെച്ച് സ്കൂള് തുറക്കുമ്പോ മക്കൾക്ക് നല്ല യൂണിഫോം, നല്ല ബാഗ്, നല്ല ചെരുപ്പ് ഇല്ലേ? ഇന്നത്തെ കൂലിപ്പണിക്കാരന്റെ മക്കൾ പോകുന്നതും നല്ല വിലപിടിപ്പുള്ള ഷൂ ധരിച്ചിട്ടാ. ആ സമയത്തും ഇവന്റെ വാപ്പ പോകുന്നതോ, മോളെ നിന്റെ വാപ്പ പോകുന്നതോ ഒരു ചെറിയൊരു ചെരുപ്പിട്ടിട്ട് 100, 200, 250 രൂപയോ വില വരുന്ന ഒരു ചെറിയൊരു വിലയുള്ള ഒരു ചെരുപ്പം ധരിച്ചിട്ടാ നിങ്ങളുടെ വാപ്പമാര് പോകുന്നത്. എന്തിന്? വലിയ ചെരുപ്പൊന്നും വാപ്പക്ക് വേണ്ട. ആ പൈസയും കൂടെ മാറ്റിവെച്ച എന്റെ മകൾക്ക് നല്ലൊരു ഡ്രസ്സ് മേടിക്കാമല്ലോ, ഒരു ചെറിയൊരു സ്വർണം മേടിക്കാമല്ലോ. ഇങ്ങനെ ധരിച്ചിരിക്കുന്നവരാണ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുള്ള വാപ്പമാർ. അവർക്കൊന്ന് വേണ്ടുന്ന പരിഗണന ഈ കാലഘട്ടത്തിന്റെ മക്കൾ കൊടുക്കാത്തൊരവസ്ഥ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ നബിയുനാ റസൂലുള്ളാഹി